Dear students, ഞാൻ ഡോക്ടർ ഏഞ്ചൽ തോമസ്, കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, മാസ്ലിവ മെഡിസിറ്റി പാർലെ. വേനൽക്കാലമാണ്, പരീക്ഷ ചൂടുമുണ്ട്, ടെൻഷനുണ്ട്. അതുകൊണ്ട് തന്നെ പലരും പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുകയോ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യം ഈ ഒരു സമയത്തുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നന്നായി വെള്ളം കുടിക്കുക. കാരണം നമ്മുടെ ശരീരത്തിലെ ജലാംശം പെട്ടെന്ന് വറ്റിപ്പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കുടിക്കുക. ചിലർ അതിനു പകരം കാപ്പി കുടിക്കുന്നവരുണ്ടാവാം. കാപ്പി ഈ ഒരു സമയത്ത് നമുക്ക് ദോഷമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ശുദ്ധജലം പരമാവധി കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, ഫുഡിൽ ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കാനായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ജങ്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമൊക്കെ ഓവർ ഫങ്ഷൻ ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അത് നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ എനർജി കൺസംഷനും വളരെ കൂടുതലായിരിക്കും. നമ്മൾ പെട്ടെന്ന് ടയേർഡാവും, നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും, ആ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക. ഈ സമയത്ത് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾ ഈ സമയത്ത് കഴിക്കുന്നത് നമ്മളെ കുറച്ചുകൂടെ എനർജറ്റിക് ആക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പഴങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പേരയ്ക്കയോ ചാമ്പങ്ങയോ ഇങ്ങനെയൊക്കെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഈ സമയത്ത് കൂടുതൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ ചൂട് കാലമാകുമ്പോൾ, കോട്ടൺ വസ്ത്രങ്ങൾ, അയവുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അത് കാരണം നമ്മൾ പോളിസ്റ്റർ മിക്സുള്ള ഡ്രസ്സുകളൊക്കെയാണ് നമ്മൾ കൂടുതൽ ധരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ചൂടും അത് നമ്മളുടെ ദേഹത്തോട് ഒട്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ വളരെയധികം ഡിസ്കംഫർട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുകയും, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ ഈ ഒരു സമയത്ത് ധരിക്കാതിരിക്കുക. വാഷ് ചെയ്ത് മാറി മാറി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ അയവുള്ള വസ്ത്രങ്ങൾ, കംഫർട്ടബിൾ ആയ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിന് പ്രത്യേകിച്ചും അനുയോജ്യം. ചൂടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചൂട് മാറാനും ഒക്കെ ആയിട്ട് നമ്മൾ ഐസ് വാട്ടർ കുടിക്കുക, ഐസ്ക്രീം കഴിക്കുക, ഇങ്ങനെയുള്ളതിനുള്ള പ്രവണതകൾ വളരെ കൂടുതലുള്ള സമയമാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരം ഭക്ഷണപാനീയങ്ങൾ നമ്മൾ കഴിക്കുക വഴി നമുക്ക് പെട്ടെന്ന് രോഗങ്ങളിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പെട്ടെന്ന് ഇത്രയും ചൂടിൽ പെട്ടെന്ന് തണുപ്പുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോട്ട് ഇൻഫെക്ഷൻ വരാം, പനി വരാം, ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് പരമാവധി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിനുള്ളിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ, സ്പൈസി ആയിട്ടുള്ള ഫുഡ്, ജങ്ക് ഫുഡ്, തണുത്ത ഭക്ഷണങ്ങൾ, പഴകിയ ഭക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതും ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.